വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മിസ്റ്റർ ബാഡ് എന്ന ഡ്രാമയുടെ 11ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബോധം നഷ്ടപ്പെട്ട ഷാവോദിയെ നാൻസിംഗ് പുറത്ത് താങ്ങിയെടുത്താണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവനിപ്പോൾ ഉണർന്നിരിക്കുകയാണെങ്കിലും അവശത അനുഭവിച്ച് കിടക്കുകയാണ്. നിനക്കത്ര സുഖമില്ലാതെയായിട്ട് നീ എന്താ പറയാതിരുന്നത് എന്നവൾ ചോദിച്ചപ്പോൾ, നിനക്ക് ജോലി തിരക്കല്ലായിരുന്നു, അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയെന്നൊക്കെ അവൻ വിനയത്തോടെ പറയുന്നുണ്ട്. നാൻസിംഗ് അവനെ അകത്തോണ്ട് കിടത്തിയ ശേഷം തെർമോമീറ്റർ വെച്ച് ടെമ്പറേച്ചർ പരിശോധിക്കുന്നു. അവനെ അവളെ പേടിപ്പിക്കാമെന്ന് കരുതി ഇന്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് ബോഡി ഹീറ്റ് കൂട്ടുന്നുണ്ട്. 42 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കണ്ട് നാൻസിംഗ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ തെർമോമീറ്റർ വെച്ചത് ശരിയായില്ല. ഒന്നുകൂടി വെച്ച് നോക്കാമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വാങ്ങി വെച്ച് 36 ഡിഗ്രിയാക്കി കുറച്ച് കാണിക്കുന്നു. തെർമോമീറ്റർ കേടാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ നെറ്റിൽ തൊട്ട് നോക്കിയിട്ട് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കുക, എനിക്ക് അത്യാവശ്യമായി കുറച്ച് ജോലി തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവന് കഞ്ഞി ഒഴിച്ചു കൊടുത്തിട്ട് തിരികെ പോകാൻ ഒരുങ്ങുന്നു. അവളെ വിടാതിരിക്കാൻ വേണ്ടി തീരെ സുഖമില്ലാത്തതുപോലെ കൈ വിറച്ച് കഞ്ഞി അവൻ താഴെ കളയുന്നു. അവൻ്റെ കള്ളത്തരമൊക്കെ വിശ്വസിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയും അവിടെ നിന്ന് കഞ്ഞി കോരിക്കൊടുക്കുകയും ഒക്കെ അവൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവൾ പോകാമെന്ന് കരുതിയപ്പോൾ അവൻ അടുത്ത നമ്പർ എടുക്കുന്നു. അവൻ മാർഷൽ ആർട്സ് മാസ്റ്റർ ആയതുകൊണ്ട് ഇന്റേണൽ എനർജി ഉപയോഗിക്കാൻ നന്നായി അറിയാം. അതുപയോഗിച്ച് അവൻ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുത്തിയിട്ട് മയങ്ങി വീഴുന്നു. നാൻസിംഗ് അത് കണ്ടതോടെ ഒന്നുകൂടി പേടിക്കുന്നു. അവൾ ടിഷ്യൂ എടുത്ത് അവൻ്റെ മൂക്കിൽ വെച്ച് ബ്ലഡൊക്കെ തുറയ്ക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കണ്ണ് തുറക്കുന്നു. ഞാൻ ഉറങ്ങുന്നത് വരെ എൻ്റെ കൂടെ ഇരിക്കുമോ എന്ന് ചോദിച്ച് അവൻ അവളെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. നാൻസിംഗ് അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നു. കുറേ സമയം കഴിഞ്ഞാണ് അവൾ ഉണർന്നത്. അപ്പോഴേക്കും അവൻ നല്ല ഉറക്കം പിടിച്ചിരുന്നു. അവൾ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് പോകുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ കഞ്ഞിയൊക്കെ റെഡിയാക്കി അതുമെടുത്ത് അവൻ്റെ മുറിയിലേക്ക് പോകുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി പോയപ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് അവൾ പോയത്. അവന് സുഖമില്ലാതായതൊന്നും അമ്മ അറിഞ്ഞിരുന്നില്ല. അവൾ കഞ്ഞി റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇവൾ പാചകത്തിൽ എന്നോട് മത്സരിക്കാൻ ഒരുങ്ങിയാണോ? എന്തായാലും എൻ്റെ അത്ര വരില്ല എന്ന് അമ്മ പറയുന്നുണ്ട്. ഷാവതി രാവിലെ എഴുന്നേറ്റ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ചെവിയിൽ വെച്ച് പാട്ട് കേട്ടുകൊണ്ട് മുറിയിൽ തകർത്ത് ഡാൻസ് കളിക്കുമ്പോഴാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. നാൻസിംഗ് ആയിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ പാട്ട് ഓഫ് ചെയ്ത് ചാടി ബെഡിൽ കയറി പുതച്ച് മൂടി കിടക്കുന്നു. നാൻസിംഗ് വന്ന് അവൻ്റെ നെറ്റിൽ തൊട്ട് നോക്കുകയും എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവൻ ഐഡിയയും മറ്റ് ഡീറ്റെയിൽസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അവൾ വിഷമത്തോടെ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് കുട്ടിക്കാലം മുതലേ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള അസുഖമാണിത്. ആരെങ്കിലുമൊക്കെ അടുത്തിരുന്ന് സംസാരിക്കാനും പറയാനുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മുടി ശരിയാക്കുമ്പോൾ ഇത് മാറിക്കോളും എന്നവൻ തട്ടുവിടുന്നു. ഇവൻ ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായി ഞാൻ കഥയിൽ എഴുതിയിട്ടില്ലല്ലോ എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. മിണ്ടാനും പറയാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ മൂടി ശരിയാകും എന്നവൻ പറഞ്ഞതുകൊണ്ട് അതിനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അവൾ ലീവെടുത്ത് കൂടെ ഇരിക്കുമെന്നാണ് അവൻ പ്രതീക്ഷിച്ചത്. നാൻസിംഗ് പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് പണി പാളിയെന്ന് അവന് മനസ്സിലായത്. അമ്മ ഇന്ന് ലീവാണ്, അതുകൊണ്ട് അവന് കൂട്ടിരിക്കാൻ അവൾ അമ്മയെ ഏർപ്പാടാക്കി കൊണ്ടുവന്നതാണ്. അവൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവർ രണ്ടുപേരും സമ്മതിക്കുന്നില്ല. അവനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് അവൾ സ്ഥലം വിടുന്നു. അമ്മ അവന് കഞ്ഞി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ കുടിച്ചോളാമെന്ന് പറഞ്ഞ് അവൻ അത് ബലമായി പിടിച്ചു വാങ്ങി മുഴുവൻ കുടിച്ചു തീർത്തിട്ട് തിരികെ കൊടുക്കുന്നു. അമ്മ മുറിയിൽ നിന്ന് പോകട്ടെ എന്ന് കരുതി എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു, ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ പുതച്ചു കൂടി കിടന്നെങ്കിലും അമ്മ അവൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നു. ഷാവതി ആകെ പെട്ട അവസ്ഥയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അന്ന് നാൻസിംഗ് ഓഫീസിലെത്തിയപ്പോൾ ബോസ് അവളെ വെയിറ്റ് ചെയ്ത് അവളുടെ സീറ്റിനടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എത്തിയ ഉടൻ തന്നെ അവൻ അവളെ ഓഫീസിലേക്ക് വിളിച്ചു കൊണ്ടുപോയി എയുടെ പ്രശ്നം അവതരിപ്പിക്കുന്നു. അവൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവൻ ആ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല എന്നറിയാമെങ്കിലും നാൻസിംഗ് അറിഞ്ഞുകൊണ്ട് പൊട്ടം കളിക്കുന്നു. മുമ്പ് അവൾ ഉപദേശിച്ചതുപോലെ പല അവസരങ്ങളുണ്ടാക്കി എയുമായി പുറത്തു പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തിരിച്ചറിയാതെ ജോലിയുമായി ബന്ധപ്പെടുത്തിയാണ് അതെല്ലാം കാണുന്നത്. അതിന് എന്താണ് ഒരു പരിഹാരം എന്നാണ് അവൻ അറിയേണ്ടിയിരുന്നത്. പെട്ടെന്നൊരാൾ അടുക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ ആർക്കാരും സംശയം തോന്നേണ്ടതാണ്. പിന്നെ എനിക്ക് എന്താണ് അങ്ങനെയും തോന്നാത്തത് എന്ന് അവൾ ചോദിച്ചപ്പോൾ, പെട്ടെന്നല്ല, അവൾ CEO ആവുന്നതിന് മുമ്പ് അവർ ഒരുമിച്ച് പതിവായി പുറത്തു പോവുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പോകുന്നതിലും അവൾക്ക് പ്രത്യേകതയൊന്നും തോന്നാൻ സാധ്യതയില്ല എന്ന് സീഷൻ പറയുന്നു. അപ്പോൾ മാഡത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കുറ്റം പറയാൻ കഴിയില്ല. മാഡം എപ്പോഴും വർക്ക് മോഡിലുള്ള ഒരാളാണ്, ജോലിയുടെ ഭാഗമാണെന്നേ അവർ കരുതുകയുള്ളൂ. ജോലിയിൽ നിന്ന് ഫ്രീ ആവുന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ള അവസരങ്ങളിൽ അവരുമായി ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഫലം ഉണ്ടായേക്കുമെന്നും അവൾ പറയുന്നു. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഒന്ന് ഫ്രീ ആയപ്പോൾ ഷാവതിക്ക് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ചിന്തിച്ച് അവൾ മെസ്സേജ് അയക്കുന്നു. അവളുടെ അമ്മയുടെ പരിചരണം കൊണ്ട് ആകെ ശ്വാസം മുട്ടി കിടക്കുകയായിരുന്നു അവനപ്പോൾ. അവൻ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് പുതപ്പിച്ച ശേഷം വേറൊരു ബ്ലാങ്കറ്റ് കൂടി കൊണ്ടുവന്ന് പുതപ്പിക്കുന്നു. ചൂടെടുക്കുന്നത് കാരണം അവൻ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തണുപ്പേറ്റാൽ പനി കൂടുമെന്ന് പറഞ്ഞ് അവനെ അനങ്ങാൻ പോലും സമ്മതിക്കാതെ അമ്മ അവിടെ പിടിച്ച് കിടത്തിയിരിക്കുകയാണ്. ഷാവതി മെസ്സേജ് റിപ്ലൈ നൽകാത്തതുകൊണ്ട് നാൻസിംഗ് അമ്മയെ വിളിച്ചു നോക്കുന്നു. പക്ഷേ അമ്മയും ഫോൺ എടുക്കുന്നില്ല. അവൻ അസുഖം കൂടുതലായി കാണുമെന്ന് അവൾ വെപ്രാളപ്പെടുന്നുണ്ട്. പക്ഷേ ഓഫീസിൽ തിരക്കുണ്ടായിരുന്നാൽ കൂടുതൽ സമയം അവനെക്കുറിച്ച് ചിന്തിക്കാൻ അവൾക്ക് സമയം കിട്ടുന്നില്ല. ഷാവതി ഈ സമയം ചൂട് സഹിക്കാൻ വയ്യാതെ ബാത്റൂമിലേക്കെന്ന് പറഞ്ഞു പോയി അതിനുള്ളിൽ തന്നെ കുത്തിയിരുന്ന് കാറ്റ് കൊള്ളുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടും അവനെ പുറത്തേക്ക് കാണത്തില്ല. അമ്മ വാതിലിൽ മുട്ട് വിളിക്കുന്നു. കുറച്ചുകൂടി താമസമുണ്ട്, ടോയ്ലറ്റിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞപ്പോൾ അമ്മ എന്തോ ഓർത്ത് പോയി മോഷൻ പോകാനുള്ള ഒരു മരുന്ന് എടുത്തുകൊണ്ടെന്ന് അവൻ കൊടുക്കുന്നുണ്ട്. ഓഫീസിൽ സീരിയസ് ആയ ഏതോ മീറ്റിംഗ് ഇരിക്കുമ്പോൾ നാൻസിയുടെ ചിന്ത മുഴുവൻ അവനെക്കുറിച്ചായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞെന്ന് ജിയോ പറയുമ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. ഇവൾക്ക് എന്ത് പറ്റിയെന്ന് അവർ 3 പേരും അത്ഭുതത്തോടെ പറയുന്നുണ്ട്. അവന് കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് കരുതി അവൾ നേരെ വീട്ടിലേക്കാണ് എത്തിയത്. പക്ഷേ അമ്മ ആ സമയത്ത് അവിടെ നിന്ന് കഞ്ഞി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അമ്മ അവൻ്റെ അടുത്ത് ഇരിക്കാതെ ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ അസുഖം ഭേദമായി എന്ന് അമ്മ അറിയിക്കുന്നു. ആരെങ്കിലും കൂടെ ഇരിക്കാനുണ്ടെങ്കിൽ അസുഖം കുറയുമെന്ന് അവൻ പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കും എന്ന് അവൾ വിചാരിക്കുന്നു.
അമ്മ അവന് വേണ്ടിയാണ് കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ പരീക്ഷണം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. സുഖമില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പരീക്ഷണം നടത്തുന്നത് ശരിയില്ലാത്ത കൊണ്ട് ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല എന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. ഇനിയും അസുഖത്തിൻ്റെ പേരും പറഞ്ഞിരുന്നാൽ തീരെ ശരിയാവില്ല എന്ന് മനസ്സിലായതിനാൽ ഷാവതി അത് അവസാനിപ്പിച്ചതാണ്. നാൻസിങ് അവന് കഞ്ഞിയുമായി ചെന്ന് ശരിക്കും അസുഖം ഭേദമായെന്ന് അന്വേഷിക്കുന്നു. അവന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ ഇനി എനിക്ക് സമാധാനത്തോടെ എൻ്റെ ജോലി ചെയ്യാമല്ലോ, നീ കഞ്ഞി കുടിക്കാൻ പറഞ്ഞിട്ട് അവൾ മുറിയിലേക്ക് പോകുന്നു. അവന് പുറകിൽ നിന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും എന്ത് പറഞ്ഞ് പിടിച്ചു നിർത്തണം എന്നറിയാത്തത് കൊണ്ട് വിളിക്കുന്നില്ല. അവളെ കൂടെ നിർത്താൻ പുതിയ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് അവൻ ചിന്തിക്കുന്നു. നാൻസിങ് മത്സരത്തിന് വേണ്ടിയുള്ള കഥ എഴുതാൻ വേണ്ടി ഭാവന ഉപയോഗിച്ചാകെ തല പുകച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കറണ്ട് പോയത്. അങ്ങനെ പ്രശ്നം പതിവില്ലാത്തതിനല്ലേ എന്താണ് പ്രശ്നമെന്നറിയാൻ അമ്മയും അവളും കൂടി മെയിൻ സ്വിച്ചിനടുത്ത് നിന്ന് പരിശോധിക്കുന്നുണ്ട്. മറ്റുള്ള വീട്ടിലൊക്കെ കറണ്ട് ഉള്ളതിനാൽ ഇവിടുത്തെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് കരുതി അമ്മ ഇലക്ട്രിസിറ്റി കമ്പനിക്കാരെ ഫോൺ ചെയ്യാനായി പോയ സമയത്താണ് പുറത്തെവിടെയോ പോയിട്ട് മടങ്ങി വരികയെന്ന് ഷാവതി നാൻസിങ്ങിന്റെ പുറകിലെത്തിയത്. അവൻ ശബ്ദമുണ്ടാക്കാതെ വന്നതിനാൽ അവളൊന്ന് പേടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മയും എത്തുന്നു. അവൻ്റെ മുറിയിൽ നോക്കിയപ്പോൾ അവിടെ കറണ്ടുണ്ട്. സർക്യൂട്ടിന്റെ പ്രശ്നമാകാനാണ് സാധ്യത. ഇനിയിപ്പോൾ ഈ രാത്രി ടെക്നീഷ്യനെ കിട്ടില്ല, അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ കഴിയാമെന്ന് അവൻ അവരോട് പറയുന്നു. അത് ശരിയാകില്ല എന്ന് നാൻസിങ് പറഞ്ഞെങ്കിലും ഇനിയിപ്പോൾ ഈ രാത്രിയിൽ ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ അമ്മ അതിന് തയ്യാറായി അവൻ്റെ വീട്ടിലേക്ക് കയറുന്നു. അപ്പോൾ പിന്നെ അവൾക്ക് പുറകെ പോവുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവൾ തിരികെ പോയപ്പോൾ ഷാവതി വിജയഭാവത്തിൽ ചിരിക്കുന്നുണ്ട്. അവിടുത്തെ കറണ്ട് പോകാൻ അവൻ എന്തോ പണി ഒപ്പിച്ച് വെച്ചതാണെന്ന് ഉറപ്പാണ്. നാൻസിങ്ങിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടിയാണ് അവൻ ഇതൊക്കെ ഒപ്പിച്ച് വെച്ചത്. എങ്കിലും പൂർണ്ണമായി അത് വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. അവർക്കുള്ള മുറിയൊക്കെ റെഡിയാക്കിയ ശേഷം അമ്മയോട് പോയി റെസ്റ്റ് എടുത്തോളാൻ അവൻ പറഞ്ഞെങ്കിലും എനിക്കിന്ന് ക്ഷീണമൊന്നുമില്ല, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതല്ലേ, നമുക്ക് കുറച്ചു നേരം കളിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഷീട്ടെടുക്കുന്നു. നാൻസിങ് അതിന് ഓക്കെ പറയുന്നുണ്ട്. വേറെ വഴിയില്ലാത്തതിനാൽ അവൻ അവർക്കൊപ്പം ഒരു കളിക്കേണ്ടി വരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞാണ് അവർ കളി അവസാനിപ്പിച്ചത്. ഉറങ്ങാനായി ബെഡ്റൂമിലെത്തിയപ്പോൾ അവളോട് തനിച്ചൊന്നും സംസാരിക്കാൻ പോലും കഴിയാത്തതിൻ്റെ നിരാശയിലായിരുന്നു അവൻ. എന്നാലും ഇനി കുറച്ച് ദിവസത്തേക്ക് അവർ ഇവിടെ തന്നെ നിൽക്കാൻ പോകുന്നത് കൊണ്ട് ഒരുമിച്ച് ചിലവഴിക്കാൻ അവസരം കിട്ടുമെന്നോർത്ത് അവൻ സമാധാനിക്കുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് അവൻ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കുന്നുണ്ട്. അവൻ അത്രയൊക്കെ പാചകം ചെയ്യാൻ അറിയാം എന്നുള്ളത് അമ്മയെ അത്ഭുതപ്പെടുത്തുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റ് ഇത്രയൊക്കെ ചെയ്യേണ്ടി വന്നത് അവൻ്റെ ഒരു ബുദ്ധിമുട്ടായി കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം എന്ന് അമ്മ പറയുന്നു. അതിന് നമ്മൾ നാളെ രാവിലെ വരെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, കറണ്ട് ശരിയാക്കാൻ ഞാൻ ടെക്നീഷ്യനെ വിളിച്ചിട്ടുണ്ട്, അവർ ഇന്ന് തന്നെ വന്ന് അത് റെഡിയാക്കും എന്ന് നാൻസിങ് പറയുന്നു. ഇത്ര ധൃതിയിൽ ആളെ വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് നിങ്ങളുടെ വീട് തന്നെയല്ലേ, എല്ലാവർക്കും കൂടി ഒരുമിച്ച് സന്തോഷമായി കഴിയാമായിരുന്നു എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എവിടെയാണെങ്കിലും ഞാൻ ഓക്കെ ആണെന്ന് അമ്മ പറയുന്നു. നാൻസിക്ക് ഒന്ന് ചിരിച്ചതല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അടുത്ത സമയത്ത് ഇറങ്ങിയ നല്ല സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്ക്, ഈ വീക്കെൻഡിൽ നമുക്ക് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് അമ്മ അവളോട് പറയുന്നുണ്ട്. നല്ലൊരു റൊമാൻറ്റിക് മൂവിയെക്കുറിച്ച് പറഞ്ഞിട്ട് അതിന് പോകാമെന്ന് അവൾ ഇപ്പോൾ പറയുന്നു. അവനതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് ടെക്നീഷ്യൻ വന്ന് നോക്കിയെങ്കിലും എന്താണ് അവിടെ പ്രശ്നമെന്ന് അയാൾക്കൊരു പിടിയും കിട്ടുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. നാളെ ഒന്നുകൂടി വന്ന് നോക്കാം, എന്നിട്ടും ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഭിത്തി ഇടിച്ച് ആദ്യം മുതൽ സർക്യൂട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നു. ഷാവതി വാതിലെടുത്ത് തന്നെ നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്കാർക്കും പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനാണ് എന്ന് അവൻ അവിടെ നിന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അയാൾ പോയി കഴിഞ്ഞപ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്ന ഒന്നും അറിയാത്ത പോലെ അമ്മയോട് പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നു. അമ്മ അവനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നാൻസിങ് ഓഫീസിൽ നിന്നും മടങ്ങി വന്നത്. അവൾ വിവരം അറിഞ്ഞപ്പോൾ കമ്പനിയിൽ ആളെ വിളിച്ച് നാളെ വേറെ ടെക്നീഷ്യനെ അയക്കാൻ പറഞ്ഞു നോക്കാമെന്ന് പറയുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? പ്രശ്നം എന്താണെന്ന് പതുക്കെ കണ്ടുപിടിച്ചാൽ പോരെ, നിങ്ങൾ ഇത്ര വിഷമിക്കുന്നത് എന്തിനാണ്, ഇത് നിങ്ങളുടെ വീട് തന്നെയല്ലേ, ഇവിടെ താമസിച്ചു കൂടെ എന്നൊക്കെ ഷാവതി ഒരു നല്ല അയൽക്കാരനെ പോലെ പറയുന്നു. ശരി, രണ്ടും ഒരുപോലെ തന്നെയല്ലേ എന്ന് പറഞ്ഞ അമ്മ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഡിന്നർ കഴിക്കാനിരുന്നപ്പോൾ സിനിമയ്ക്ക് പോകാൻ ഏത് സമയത്താണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്ന് നാൻസിങ് അമ്മയോട് ചോദിക്കുന്നു. അപ്പോഴാണ് ഞാൻ സിനിമ കണ്ടു, ഷാവതി എനിക്ക് ടിക്കറ്റ് എടുത്തു തന്നു എന്ന് അമ്മ പറഞ്ഞത്. നല്ല സിനിമയാണ്, സമയം കിട്ടുമ്പോൾ നീയും പോയി കാണണമെന്ന് അമ്മ അവളോട് പറയുന്നുണ്ട്. അമ്മ എന്തെടുക്കാനായി എഴുന്നേറ്റ് പോയപ്പോൾ നീ എങ്ങനെ ടിക്കറ്റ് വാങ്ങി എന്നവൾ ചോദിക്കുന്നു. ഡിജിറ്റൽ വാലറ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് അമ്മയുടെ ഫോണിൽ നിന്ന് അത് ഉപയോഗിച്ച് നോക്കി, നിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ എടുത്തത് എന്ന് അവൻ പറയുന്നു. വെറുതെ അല്ല മെസ്സേജ് വന്നത്, ഇനിയിപ്പോൾ ഞാൻ ആരുടെ കൂടെ സിനിമയ്ക്ക് പോകാനാണ്, സിസിയെ വിളിച്ചാലെന്ന് പറഞ്ഞ് അവൾ ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വന്നാൽ പോരെ, ഇവിടെ വന്നിട്ട് ഞാനിതുവരെ സിനിമയ്ക്കൊന്നും പോയിട്ടില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് അവൻ പറയുന്നു. നിന്നെ വിളിക്കാമെന്ന് ഞാൻ കരുതിയതാണ്, നിനക്ക് ഇഷ്ടമല്ല എന്ന് കരുതിയതാണ് ഞാൻ പറയാതിരുന്നത്, നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് അവളും പറയുന്നു. അവന് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് പോകുന്നു. അവൻ പോപ്കോണും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങുന്നുണ്ട്. ഒരു ഡ്രിങ്ക് മാത്രം വാങ്ങിയത് എന്താണെന്ന് ചോദിച്ച് അവൾ വേറെ വാങ്ങാൻ പോയപ്പോൾ ഇത് വാല്യൂ പാക്കാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് വാങ്ങിയത്. 2 സ്ട്രോ ഉണ്ടല്ലോ, ഇത് മതിയെന്ന് പറഞ്ഞ് അവൻ പിടിച്ചു നിർത്തുന്നുണ്ട്. എങ്കിൽ പിന്നെ തിരിഞ്ഞു പോകാതിരിക്കാൻ വേറെ നിറത്തിലുള്ള സ്ട്രോ വെക്കാം എന്ന് പറഞ്ഞ് അവൾ വേറെ കളർ സ്ട്രോ എടുത്ത് വെക്കുന്നു. അവളുടെ ഒപ്പം തനിച്ച് കുറച്ച് സമയം ചെലവഴിക്കാമെന്ന് കരുതിയാണ് അവൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയത്. പക്ഷേ ആദ്യം മുതൽ എൻജോയ് ചെയ്ത് സിനിമ കണ്ടതല്ലാതെ നാൻസിങ് അവനൊന്നും മൈൻഡ് ചെയ്തത് പോലുമില്ല. പോപ്കോൺ കഴിക്കുകയും ജ്യൂസ് കുടിക്കുകയൊക്കെ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ അടുത്തിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ പരിഗണന പോലുമില്ല. അവനിടയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ അവൾ വീട്ടിലേക്ക് പോകാനിരിക്കെങ്കിലും നമുക്കൊരു സിനിമ കൂടി കാണാം എന്ന് പറഞ്ഞ് അവൻ പിടിച്ചു നിർത്തുന്നു. ഒരു ദിവസം തന്നെ 2 സിനിമ കാണുന്നത് നല്ല ക്ഷീണമല്ലേ എന്നവൾ ചോദിച്ചപ്പോൾ അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അടുത്തതായി ഏത് സിനിമയ്ക്ക് കയറണമെന്ന് നോക്കാൻ അവൻ പറയുന്നു. അവൾക്ക് താല്പര്യമുള്ള സിനിമയ്ക്കൊന്നും കയറാതെ ഒരു ആനിമേഷൻ മൂവിയാണ് അവൻ സെലക്ട് ചെയ്തത്.
ഇൻട്രസ്റ്റ് ഇല്ലാത്ത സിനിമയാകുമ്പോഴെങ്കിലും അവൾ തന്നെ ശ്രദ്ധിക്കുമെന്ന് അവൻ കരുതി. പക്ഷെ അകത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഉറക്കം പിടിച്ചവൻ്റെ തൊഴിലേക്ക് ചായുന്നു. അവളോട് സംസാരിച്ചിരിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമമുണ്ടെങ്കിലും അവൾ അങ്ങനെ കിടന്ന് ഉറങ്ങിയത് അവനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. സിനിമ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടും അവൻ അവളെ ഉണർത്താതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യാൻ വന്നയാൾ വീട്ടിൽ പോകുന്നില്ലെന്ന് ചോദിച്ചു കേട്ടാണ് നാൻസി ഉണരുന്നത്. നീ എന്നെ എന്താണ് വിളിക്കാതിരുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ ഞാൻ നിന്നെ വിളിച്ചിരുന്നു, പക്ഷെ നീ നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് ഉണർന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുന്നു. വീട്ടിലേക്ക് നടക്കുമ്പോൾ കണ്ട സിനിമയെക്കുറിച്ചൊക്കെ അവൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ സിനിമയ്ക്ക് കയറിയപ്പോൾ തന്നെ അവൾ ഉറങ്ങിയതിനെക്കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഈയിടെ എനിക്ക് ഇത്തിരി ജോലി തിരക്ക് കൂടുതലാണ്, അതുകൊണ്ട് ശരിക്കും ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല, അറിയാതെ ഉറങ്ങിപ്പോയതാണെന്ന് അവൾ പറയുന്നു. അവളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് എന്താണ് എന്ന് പറയാൻ അവൻ കുറെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ നടക്കാൻ പോകുന്ന മത്സരത്തെക്കുറിച്ചും അതിൽ പങ്കെടുക്കാൻ പറഞ്ഞതിനെക്കുറിച്ചും ഒക്കെ അവൾ പറയുന്നു. ഫാൻ ഫിക്ഷൻ നോവലുകൾ എഴുതിയിട്ടുണ്ടെന്നല്ലാതെ ഇപ്പോൾ എന്തിനെക്കുറിച്ച് എഴുതണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്ന് അവൾ പറയുന്നു. അവൾ നോവൽ എഴുതുമെന്നുള്ളത് അവൻ്റെ ഒരു പുതിയ അറിവായിരുന്നു. നീ എഴുതിയ നോവൽ ഇതുവരെ എന്നെ കാണിച്ചില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ അത് കാണിച്ചാൽ നിന്നെക്കുറിച്ചുള്ള സത്യം നീ തിരിച്ചറിയുമെന്ന് അവൾ മനസ്സിൽ പറയുന്നുണ്ട്. പുതിയ ടോപ്പിക്കൊന്നും കിട്ടുന്നില്ല എന്നവൾ പറഞ്ഞപ്പോൾ നമുക്കിടയിൽ നടന്നത് നിനക്ക് എഴുതിക്കൂടെ എന്നവൻ ചോദിക്കുന്നു. നാൻസിങ് എപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ചിന്തിച്ച് നോക്കിയപ്പോൾ നല്ലൊരു നോവലുള്ള സ്കോപ്പ് ഉണ്ടെന്ന് അവൾക്കും തോന്നുന്നു. അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞതിന് അവൾ നന്ദി പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ വീട്ടിൽ പോയി ഞാൻ എഴുതി തുടങ്ങാമെന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് നടക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് നന്നായി. കറണ്ട് ശരിയായാലും ഇനിയിപ്പോൾ അവൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ ഒരു കാരണമായല്ലോ. എന്നെക്കുറിച്ച് എഴുതുമ്പോൾ അവൾക്ക് എന്തായാലും ഇടയ്ക്കിടെ എന്നെ കാണേണ്ടി വരുമെന്നൊക്കെ ചിന്തിച്ച് അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. നീ വരുന്നില്ല എന്ന് അവൾ വിളിച്ചു വെച്ചപ്പോൾ പുതിയൊരു ഐഡിയ കിട്ടിയ സന്തോഷത്തോടെ അവൻ അവൾക്കൊപ്പം വീട്ടിലേക്ക് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായും അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.